നമസ്കാരം. പ്രശസ്ത നോവലിസ്റ്റും കവിയും പ്രഭാഷകനുമായ ശ്രീ കൽപ്പറ്റ നാരായണനാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം സർ. നമസ്കാരം. സാഹിത്യത്തിൽ ഭാഷയ്ക്കുള്ളൊരു പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും ഈ ഭാഷയെ മലിനമാക്കുന്നത് രാഷ്ട്രീയക്കാരാണെന്ന തരത്തിൽ സാർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്, ഏത് തരത്തിലാണ് അത്തരത്തിൽ മലിനമാക്കുന്നത്? അവരെ കുറ്റം പറഞ്ഞതൊന്നും അല്ല ഞാൻ. അതെ, പറഞ്ഞാൽ അലസമായിട്ടാണ് അവർ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊക്കെ ഒരുപാട് അത്രയധികം സമയവും കാലവും ഈ ഭാഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആലോചനയും ഇല്ലാതെ ഇപ്പോൾ ഈ അരിഭക്ഷണം കഴിക്കുന്നവൻ ഇങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വലിയ വിഷമം. അതെ. അപ്പോൾ ഗോതമ്പ് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് പറയാവോ, മുത്താറി കഴിക്കുന്ന ആൾക്ക് പറയാവോ, അല്ലെങ്കിൽ അരി ആരെങ്കിലും ഭക്ഷിക്കുന്നുണ്ടോ ചോറല്ലാതെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ വന്ന് മുട്ടും. അപ്പോൾ കഴിയുന്നതും നല്ല ഭാഷയിൽ പറയുക എന്നാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭാഷയിൽ സൂക്ഷിക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാർ. അത് അവർ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പല അപകടങ്ങളിൽ അവർ ചെന്ന് ചേരുന്നു. അതെ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാഷയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത് കൂടുതൽ പ്രയാസമാണ്. അതെ, അതാണ് സാർ ഉദ്ദേശിച്ചത്. ഓക്കെ സാർ, പഴയകാല വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ ഭയന്ന് അധ്യാപനം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നമുക്കറിയാം, ഒരുപാട് നിയമങ്ങൾ, അത്തരത്തിൽ ആ ഒരു പഴയകാല സ്വാതന്ത്ര്യം അധ്യാപകരെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടോ? അല്ല, പഴയകാല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മാറ്റങ്ങളും നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഭയപ്പെട്ട് കുട്ടികൾ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. മേലാസകല മുറിപ്പാടുകളുമായിട്ട് കുളിച്ചിരുന്ന ഒരു കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊന്നും ഒരു അധ്യാപകന് ചേർന്നതല്ല. അപ്പോൾ കാലം മാറി, അധ്യാപകൻ സൗഹൃദത്തിലാവുന്ന കുട്ടികളുമായിട്ട്. ഇപ്പോൾ കൂടുതൽ സൗഹൃദത്തിലാണ്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അതേ സമയം വിദ്യാർത്ഥികളിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചു. നേരത്തെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികളാണ് ഉള്ളതെങ്കിൽ ഇന്ന് പരീക്ഷാർത്ഥികളാണ് ഉള്ളത്. അവർക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല. പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ട സഹായങ്ങളാണ് അവർക്ക് കിട്ടേണ്ടത്. അങ്ങനെ സഹായങ്ങൾ നൽകുന്ന ഒരാളായിട്ട് അധ്യാപകൻ. അപ്പോൾ അധ്യാപകന് റോളില്ല. പരീക്ഷാർത്ഥികളെ അഭിമുഖീകരിക്കുമ്പോൾ അവരെ അതിനുവേണ്ടി സഹായിക്കുക, അതിനുള്ള സഹായം പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്നുമുണ്ട്. ട്യൂഷൻ സെൻ്ററിൽ നിന്ന് കിട്ടുന്നു. പിന്നെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്, ഓൺലൈൻ. അച്ഛനും അമ്മയും ഇപ്പം വിദ്യാസമ്പന്നരാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ നിരവധിയാണ്. അതിലൊരു കേന്ദ്രം മാത്രമാണ് ഈ അധ്യാപനം. ഗൂഗിൾ പോലെ സർവജ്ഞനായ ഒരാൾ കുട്ടികളുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് അനിവാര്യനല്ലാതായി മാറി അധ്യാപനം. അതുകൊണ്ട് ഈ പരീക്ഷാർത്ഥികൾ പ്രത്യേകിച്ച് അയാളുടെ അവസ്ഥ കഠിനമാക്കി, ടെക്നോളജിയിലെ വികാസം അയാളെ അനിവാര്യനല്ലാതാക്കി. ഇതൊക്കെ കൊണ്ട് തന്നെ അധ്യാപകൻ എന്ന് പറയുന്ന ആളുടെ പദവി നന്നായി ചുരുങ്ങി. ഇത് യഥാർത്ഥത്തിൽ എന്തിലേക്കാണ് വിരൽ ചൂണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ സാർ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടുള്ളൊരു ആത്മബന്ധം പലപ്പോഴും ഇപ്പോഴും നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു, അല്ലെങ്കിൽ +2 ഡിഗ്രിക്ക് പഠിപ്പിച്ച അധ്യാപകർ, അവരുടെ ഓരോ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിയുകയും നമ്മളിതിനെ ഫോളോ ചെയ്യുകയും ചെയ്യും. പക്ഷേ സാർ ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച രീതിയിലാണെങ്കിൽ അത്തരത്തിലുള്ള ഇനി വരുന്നൊരു തലമുറയ്ക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? തീർച്ചയായിട്ടും കുറഞ്ഞു വരും. പക്ഷേ അവിടെയും അത്തരം അധ്യാപകർ 100% തൊഴിലിനോട് നീതി പുലർത്തുന്ന ഒരു അധ്യാപകർ, ഭാവനാസമ്പന്നനായിട്ടുള്ള ഒരു അധ്യാപകർ, ഭാവുകത്വമുള്ള ഒരു അധ്യാപകർ, അത്തരം അധ്യാപകർ അപ്പോഴും കുട്ടികൾക്ക് പ്രിയങ്കരനായിരിക്കും. എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും അത്തരം ഒരു അധ്യാപകനെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾക്ക് സ്പേസ് ഇല്ലാണ്ടാവുക. ഈ കുട്ടികൾക്കും അവസരമില്ലാതാവുക. പക്ഷേ ഇപ്പോഴും പ്രതിഭ കൊണ്ട് അനിവാര്യരായിരിക്കാൻ
അധ്യാപകർക്ക് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളെ അനാഥരാക്കുന്ന രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്നും പടിയിറങ്ങുന്നതാണ് നല്ലതെന്ന് സാറ് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം പറയുകയാണെങ്കിൽ വയനാട്ടിൽ അറിയാം, സിദ്ധാർത്ഥൻ്റെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അത്തരത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണോ ഇപ്പോൾ പോകുന്നത്? വിദ്യാർത്ഥികളിൽ സ്വാഭാവികമായും വയലൻസിനോടൊരു താല്പര്യം ഉണ്ടാകും ആ പ്രായത്തിൽ. പക്ഷേ അതിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണക്കാർ. ഇവർക്ക് അതിൻ്റെ പിൻബലം ഉണ്ടാകും, അവർക്ക് പോലീസിൻ്റെ സഹായം ഉണ്ടാകും, കേസിനെ ഭയപ്പെടേണ്ടതില്ല. അതത് സ്ഥാപനങ്ങളിൽ അധികാരികളെക്കാൾ അധികാരം വിദ്യാർത്ഥി നേതാക്കന്മാർക്കാണ്. ഈ ഒരവസ്ഥ ഉണ്ടാക്കുന്ന പ്രയാസം, പിന്നെ ഈ വയലൻസിനോടുള്ള മോഹത്തിന് അംഗീകാരം കിട്ടുമ്പോൾ ഉള്ള ഒരു ആളുകൾക്കുള്ള സന്തോഷം. അപ്പോൾ ഇതെല്ലാം ചേർന്ന് കുട്ടികളെ വളരെ ഏതോ മായാലോകത്തെത്തിച്ചിരിക്കുന്നു. ആ മായാലോകം എന്തൊരു ഭീകരമായ കാര്യമാണ് ഈ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ. മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിക്കുകയാണ് ഈ മർദ്ദനത്തിൽ. ജൂതന്മാരെ മർദ്ദിക്കാൻ വേണ്ടി ഹിറ്റ്ലർ പിന്നെ ആ നാട്ടുകാരെ ഉപയോഗിച്ചതുപോലെയായിരുന്നു. നിശബ്ദരായി ഇഷ്ടമല്ലാത്തവർ പോലും ഈ മർദ്ദനത്തിൽ പങ്കെടുക്കുക ചെയ്യുന്നത്. എന്തൊരു ഇങ്ങനത്തെ ഒരു ഭീകരമായ അവസ്ഥ. ഒരാൾ പോലും പ്രതികരിക്കാൻ, ഒരാളും പ്രതികരിക്കുന്നില്ല. ഒരാൾക്കും അതിൽ നോക്കുക, തിരിച്ചു വിളിക്കുന്ന സമയത്ത് തിരിച്ച് വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഭയന്നിട്ട് അയാൾ തിരിച്ചു വരുന്നത്. നാട്ടിലേക്ക് പോയതായിരുന്നു. നാട്ടിലേക്ക് പോയത്. അങ്ങനെ ഭയം നിലനിൽക്കുന്ന ക്യാമ്പസുകൾ അതിഭീകരമല്ല. അത്തരം രാഷ്ട്രീയം പടിയിറങ്ങുന്നതല്ലേ നല്ലത്? തീർച്ചയായും. എഴുത്തിൻ്റെ ലോകത്തേക്ക് സാറ് കടന്നു വരുന്ന സമയത്ത് അത്രയേറെ ആളുകളൊന്നും ഈ ഒരു മേഖലയിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഏത് തരത്തിൽ ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് കൃത്യമായി ഏത് തരത്തിലുള്ളൊരു സംഭാവന ഈ മേഖലയിൽ നൽകാൻ കഴിയും? അത് വളരെ നിഷേധാത്മകമായ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ജനസംഖ്യ കൂടിയാലും എഴുത്തുകാരുടെ സംഖ്യ ആനുപാതികമായിട്ട് വർദ്ധിക്കുന്നില്ല. ധാരാളം പേര് എഴുതുന്നുണ്ടെങ്കിലും അവരിൽ വായിക്കപ്പെടുന്നവരോ പിന്തുടരപ്പെടുന്നവരോ വളരെ കുറച്ചാണ്. അപ്പോൾ എഴുത്തുകാരിപ്പം ഒരു ബഷീർ ഉണ്ടായിരുന്നു, മാധവിക്കുട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോഴും എടുത്തു പറയാൻ ഒരു 5-10 എഴുത്തുകാർ മാത്രമേ ഉള്ളൂ. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ പ്രതിഭാശാലികളുടെ എണ്ണമൊന്നും വർദ്ധിക്കുന്നില്ല. പക്ഷെ അന്നും ധാരാളം എഴുത്തുകാരുണ്ട്, അറിയപ്പെട്ടിട്ടില്ല. ഇന്ന് പക്ഷേ അറിയപ്പെടാത്ത എഴുത്തുകാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു. അതെ. ഓക്കെ. ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ സാർ നേടിയിട്ടുണ്ട്. ഇത് എത്രമാത്രം ഈ എഴുത്തിന് ഇത്തരം അവാർഡുകൾ പ്രചോദനമാവുന്നുണ്ട്? ഒട്ടും പ്രചോദനമാവില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 10 പുസ്തകങ്ങൾ അയച്ചു. ഇപ്പോൾ സാഹിത്യ അക്കാദമിയിലാണ്. ഈ 10 പുസ്തകങ്ങളിൽ അത് 10 പുസ്തകങ്ങൾ അവർ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അയാൾ എനിക്ക് അവാർഡ് തരുന്നതിൻ്റെ ആദ്യത്തെ പടി. പിന്നെ ഇത് 3 ആൾക്ക് കൊടുക്കുന്നു. അത് എന്നോട് ശത്രുതയുള്ള ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അയാൾക്ക് ഇത് ഇല്ലാതാക്കാൻ സാധിക്കും. അയാൾക്ക് പിന്നെ ഒരാൾ എനിക്ക് ഫസ്റ്റ് തന്നു, മറ്റൊരാൾ സെക്കൻഡ് തന്നു, ഇനിയത്തെ ആൾ എനിക്ക് 3rd or 4th തന്നാൽ മതി, എനിക്ക് ഫസ്റ്റ് കിട്ടും. അയാൾ എനിക്ക് 10 തന്നു. 10 കഴിവിനല്ല അവിടെ പ്രാധാന്യം, ഒന്നുമല്ല, ഈ ആളുകളുടെ താല്പര്യത്തിനാണ്. അപ്പോൾ അക്കാഡമിക്ക് ഒരു താല്പര്യം ഇതിലില്ല. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ആളുകളുണ്ടല്ലോ, വിധികർത്താക്കൾ, അവരുടെ പരിമിതി മൂലം ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരും, ചിലപ്പം കിട്ടിയില്ല എന്നും വരും. അപ്പോൾ ഈ സാഹിത്യ അക്കാദമിയുടെ ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ, പരാതികളൊക്കെ വ്യാപകമാകുമ്പോൾ അവരുടെ ഇടപെടൽ എന്തുകൊണ്ട് നടക്കില്ല? ഞാൻ ഈ കാര്യം തന്നെ, എനിക്ക് 1 വർഷം നിഷേധിക്കപ്പെട്ടു, അടുത്ത വർഷം ലഭിച്ചു. അപ്പോൾ എനിക്ക് വേദി കിട്ടിയിട്ട് പറയാം. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞ വർഷം ഇന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ. പേരൊക്കെ പറഞ്ഞു. വിധികർത്താക്കൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം രണ്ടാമത്തെ ഇതിൽ. വിധികർത്താക്കൾ മാറി എന്നല്ല, അതിൽ ഒരാളെ എനിക്ക് വളരെ മാർക്കിടുകയും ബാക്കിയുള്ള ഒരു സാമാന്യം മാർക്കിടുകയും. അപ്പോൾ അതും നീതിയല്ല. എനിക്ക് കിട്ടിയത് നീതിയല്ല, എനിക്ക് കിട്ടാതിരുന്നത് നീതിയല്ല. നീതി നടപ്പിലാക്കപ്പെടുകയേയില്ല അക്കാദമി. അതെ,
ഈ ഒരു കാര്യത്തിലുള്ള ഇതിനു മുൻപും ഒരുപാട് പരാതികൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് പിന്നെ ഇത്ര നമുക്കറിയാം ഒരാളുടെ ഒരു കഴിവ് യഥാർത്ഥത്തിൽ ആ കഴിവാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ആ കഴിവിനാണ് യഥാർത്ഥത്തിൽ വേണ്ട പ്രോത്സാഹനവും മറ്റും ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലേക്ക് പ്രത്യേകിച്ച് ഇത്രയും അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്തള്ളപ്പെടുന്നു? അത് പിന്തള്ളപ്പെടുന്നത് ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് എളുപ്പമുള്ള വഴി അതാണ്. ഒരു 3 വിധികർത്താക്കളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അവർക്ക് പുസ്തകം കൊടുക്കുക, അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ അതങ്ങനെ സാധിക്കും. ഇപ്പോൾ നോബൽ പ്രൈസ് പോലും അർഹരായവർക്ക് കിട്ടാത്ത അവസരങ്ങൾ ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വലിയ വാല്യൂ ഒന്നുമില്ല എന്ന് മാത്രമാണ്. അതിൻ്റെ പണം വാങ്ങാം, അതിൻ്റെ അതുകൊണ്ട് 4 പുസ്തകം ചെലവഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ അതും ആകാം. അതല്ലാതെ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതിക്കൂടാ. അത് നമ്മളെ സന്തോഷിപ്പിക്കുകയും വേണ്ട. അതെ, നമ്മൾ എഴുത്തിനെയും സാധിക്കും. അതെ 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 ഈ മനോഹരമായ ഒരുപാട് കവിതകൾ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കവിതകളൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണത്? കവിത മനസ്സിലാകണമെങ്കിൽ സാമാന്യ ഭാഷ അറിഞ്ഞാൽ പോരാ. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് കവിത മനസ്സിലാകും. കവിത മനസ്സിലാവണമെങ്കിൽ ഭാവുകത്വം ഉണ്ടാകണം, സെൻസിബിലിറ്റി ഉണ്ടാകണം. ഈ സെൻസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കവിതയ്ക്ക് വായനക്കാർ കുറയും. എന്ന് പറഞ്ഞാൽ വായനക്കാരൻ എഴുത്തുകാരനോളം ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ മാത്രമേ കവിത അയാളോട് സംവദിക്കൂ. അതെ, അതാണ് മെയിൻ പ്രശ്നം. അതെ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കവികൾ ഒരുപാട് പേര്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പുതിയ കവികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാഷ്ക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയത് അതിനു വേണ്ടി അവർ ജോലി ചെയ്യുന്നില്ല എന്നതാണ്. ഞാനിപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റാൽ ഉടനെ ഒരു 3-4 വൈദേശിക കവിത വായിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട കവികളൊക്കെ ഉണ്ടാകും മേശപ്പുറത്ത്, അത് വായിക്കും. എന്നിട്ടാണ് തുടങ്ങുന്നത്. എന്താ അങ്ങനെ തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബ്രെയിൻ, ഇമാജിനേഷൻ ഇതൊക്കെ എന്താ പറയുക വർക്ക് ചെയ്യും, കൂടുതലായി വർക്ക് ചെയ്യും. അത് ഒരു ദിവസം മുഴുവൻ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടാണ്, ഒരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരാൾ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ എന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കും. പക്ഷെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കവികളിൽ ഇങ്ങനെ വായിക്കുന്നവരൊക്കെ വളരെ കുറച്ചുള്ളൂ. ഞാൻ 6-7 മണിക്കൂറൊക്കെ ഞാൻ വായിക്കും എന്ന് പറഞ്ഞാൽ അതിശയം അവർക്ക്. ഭൂരിപക്ഷം എങ്ങനെയാ ഇത് സാധിക്കുക? മാഷ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുക അവർ. പക്ഷെ അത് കൂടുതൽ പ്രചോദനവും മറ്റുമാവുന്നത് അവർ ചിന്തിക്കുന്നില്ല. ഇല്ല അതെ എന്ന് പറഞ്ഞാൽ ഒരാൾ കവിത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പാരലായിട്ട് അയാൾ കവിത എഴുതിക്കൊണ്ടിരിക്കുക. അത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്കാണ്. അത് അവർ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം, ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം, പ്രത്യേകിച്ച് ഈ എഴുത്തിൻ്റെ മേഖലയും കവിതയുടെ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പബ്ലിഷറാകാമെന്നുള്ള ഒരു കാര്യമാണ്. ഇത് ഈ സോഷ്യൽ മീഡിയയുടെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം ഈ എഴുത്തുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കവികളെ സംബന്ധിച്ച് അവരുടെ ഒരു ഭാവി എങ്ങനെയാണ്? ഇതുമായി എങ്ങനെ കമ്പയർ ചെയ്ത് പറയാം? ഇപ്പോൾ നേരത്തെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു അധികാരം ഉണ്ടായിരുന്ന സമയത്ത് എഡിറ്റർമാർക്കായിരുന്നു വലിയ അധികാരം. അപ്പോൾ അവരുടെ അഭിരുചിക്ക് ചേർന്നത് മാത്രമേ വാസ്തവത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടൂ. ഇപ്പോൾ അങ്ങനെ അഭിരുചി കൊണ്ട് തടയുന്ന ഒരാളില്ല. പക്ഷേ തടയപ്പെടുന്നതേ ഇല്ല ആരും. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല കവികളുണ്ട്. ഇപ്പോൾ വി ഷാജു, പിന്നെ നമ്മുടെ ഇവിടെയുള്ള വയനാട്ടുകാരനായിട്ടുള്ള വിഷ്ണു പ്രസാദ്, ഇങ്ങനെ ഇവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കവികൾ. അപ്പോൾ അങ്ങനെ നല്ല കവികളൊക്കെ ഉണ്ട് വളരെ പേര്. പക്ഷെ അല്ലാത്തവരുടെ പെരുവെള്ളമാണ് സോഷ്യൽ മീഡിയ. അതൊരു പക്ഷേ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. അതേ സമയത്ത് തന്നെ പത്രപ്രസിദ്ധീകരണങ്ങളുടെ പരിമിതി കൊണ്ട് ഇപ്പോൾ ലതീഷ് മോഹനോ അല്ലെങ്കിൽ വി ഷാജുവോ ഇവരെയൊക്കെ തന്നെ വരുമായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് നമുക്ക് ഒരേ സമയം നല്ലതും ഒരേ സമയം പ്രശ്നഭരിതവുമായിട്ടുള്ള ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ. അതെ, ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. തീർച്ചയായും ഈ ഒരു സാറ് വയനാട്ടുകാരൻ ആണ്. ഇവിടെ കോട്ടത്തറയിലാണ് SKMJയിലായിരുന്നു പഠനം. അതിനുശേഷം ഡിഗ്രി ബ്രണ്ടൻ കോളേജ്, അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. യഥാർത്ഥത്തിൽ
വയനാട്ടുകാർ താങ്കളുടെ ഒരു സാന്നിധ്യം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ താമസമാക്കിയിരിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ താമസമാക്കിയതിന് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു ആസ്മ രോഗിയായിരുന്നു. ഈ വയനാട്ടിലെ അന്തരീക്ഷം എനിക്ക് പറ്റില്ല. ക്ലൈമറ്റ് ഇവിടെ നിന്ന് പോയപ്പോൾ ആസ്മ ഇല്ല, റെഡിയായി. ഇപ്പം തന്നെ വയനാട്ടിലേക്ക് വന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചുമയ്ക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ആരോഗ്യപരമായ ഒരു കാരണമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ സുലഭമായ ഒരു സ്ഥലം കോഴിക്കോട്. എഴുത്തുകാർ സുലഭമായിട്ടുള്ള ഒരു സ്ഥലം, നമ്മുടെ അതേ അഭിരുചിയുള്ള കൂട്ടുകാരെ കിട്ടുന്ന ഒരു സ്ഥലം, ഇതൊക്കെ കോഴിക്കോടാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ കോഴിക്കോട്ടേക്ക് എത്തിയത് തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കൂടെ താമസിക്കാൻ. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോഴാണ് എഴുത്ത് നേരത്തെ ഉണ്ടെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള ഐഡൻറ്റിറ്റിക്ക് ശക്തി കിട്ടുന്നത് കോഴിക്കോട് എത്തിയപ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് ആ അന്തരീക്ഷം, എഴുത്തുകാരനാണല്ലോ ഞാൻ മുഖ്യമായിട്ട്. രണ്ട് കാര്യങ്ങളുണ്ട്, എഴുത്തിൻ്റെ ലോകത്തും ഒപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു എന്നുള്ളൊരു കാര്യം. തീർച്ചയായും ഈ വയനാട് എന്തായിരുന്നു നമുക്കറിയാം. പലരും വയനാടിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. കോന്തല എന്ന ഓർമ്മക്കുറിപ്പിൽ കൃത്യമായി പഴയകാല വയനാട് എന്തെന്ന് അറിയണമെങ്കിൽ കോന്തല എന്ന ഓർമ്മക്കുറിപ്പ് വായിച്ചാൽ മതി. അത്തരത്തിൽ വയനാട്, ആ ഒരു പഴയ വയനാട് ഒരുപാട് മാറിക്കഴിഞ്ഞു. കാലാവസ്ഥയിൽ നോക്കിയാൽ നമ്മുടെ കൃഷി രീതി, മറ്റ് ക്ലൈമറ്റ്, എല്ലാ മേഖലകളിലും വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എന്താണ് സാറുടെ ഒരു കാഴ്ചപ്പാടിൽ പഴയ വയനാടും ഇപ്പോഴത്തെ വയനാടും എങ്ങനെ കമ്പയർ ചെയ്യുന്നു? ഒപ്പം തന്നെ ഈ ഒരു മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഇത്തരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വയനാടിന് വലിയ രീതിയിലുള്ളൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? മധുര നാരങ്ങകൾ ധാരാളം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഇന്ന് കൊടകിൽ പോയാലേ നിങ്ങൾക്കൊരു മധുര നാരക മരം കാണാൻ കഴിയും. അപ്പോൾ ഈ മാറ്റമാണ് കാലാവസ്ഥയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ വിളഞ്ഞ് തൂങ്ങി നിൽക്കുക, പറമ്പിലേക്ക് കയറുകയേ വേണ്ടു. അപ്പോൾ അങ്ങനെ ഓരോന്നിനും, പഴത്തിന് എന്തെല്ലാം പഴങ്ങൾ, എന്തെല്ലാം തരം ചക്കകൾ, മാങ്ങകൾ, ഇതിൻ്റെയൊക്കെ ഒരു സമൃദ്ധി. ഒരു മൂട് കപ്പ പൊന്തിച്ചെടുത്താൽ ഒരു നേരത്തേക്ക് ഒരു കുടുംബത്തിന് അത് മതി, ഒന്നും നോക്കണ്ട. നോക്കണ്ട. ഞാൻ എഴുതിയിട്ടുണ്ട്, കുപ്പിച്ചില്ല് പോലും നട്ടാൽ 3-ാം നാൾ മുളച്ച് വരുന്ന ഫലഭൂയിഷ്ഠതയാണ്. അത്രയും പ്രാധാന്യമുള്ള മണ്ണ്, അത്രയും പ്രാധാന്യമുള്ള നല്ല മണ്ണ്. ഇന്ന് ആ വയനാടിൻ്റെ ഒരു പ്രേതമാണ് ഇന്നത്തെ വയനാട്. തീർച്ചയായും. വിളവിലാകട്ടെ, ഈ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിലാകട്ടെ, കാലാവസ്ഥയാകട്ടെ. വേനൽക്കാലത്ത് വയനാട് എന്തൊരു മനോഹരമായ കാലാവസ്ഥയാണ്. ഇപ്പോൾ ചുട്ടുപൊള്ളുക, പകൽ തീർച്ചയായും തണുപ്പുണ്ട്, പകൽ ചുട്ടുപൊള്ളും. പിന്നെ തണുപ്പിനൊക്കെ ഒരു ന്യായവുമില്ല. ചില ദിവസങ്ങളിൽ അസാധ്യ തണുപ്പ്, ചിലപ്പോൾ ഇല്ല. മഴയ്ക്കാണെങ്കിലും ഒരു നിയന്ത്രണവുമില്ല. കലണ്ടർ അസ്ഥാനത്തായി. തീർച്ചയായും അതാണ് ഏറ്റവും വലിയൊരു മാറ്റം. ഞാറ്റുവേലകളൊക്കെ അപ്രസക്തമായി. കൃഷിക്കാരനെ തുണച്ചിരുന്ന കാലാവസ്ഥ ഇവിടെ നിന്ന് പടിയിറങ്ങി. അതുകൊണ്ട് കാപ്പിച്ചെടികൾ ഇക്കുറി പൂവൊക്കെ കരിക്കും. പിന്നെ ഇഞ്ചിയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഇല്ല. കുരുമുളക് ഇല്ലാതായി. ഇങ്ങനെ എന്തൊക്കെ ആയിരുന്നു വയനാടിനെ സമ്പന്നമാക്കിയത്, അതൊന്നും ഇല്ലാത്ത വയനാടായി. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ മറ്റാളുകളെ താമസിപ്പിച്ച് മാത്രം അതിജീവിക്കാവുന്ന വിധത്തിൽ ഒരു ഹോം സ്റ്റേക്കുള്ള ഒരു സ്ഥലമായിട്ട് വയനാട് മാറി. എങ്ങനെയാണ് സാർ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ ടൂറിസമാണ് ഇപ്പോൾ നമുക്കറിയാം, വയൽനാട് എന്നാണ് വയനാട് അറിയപ്പെട്ടത്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു സാറ് സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ. വയനാട്ടിൽ യഥാർത്ഥത്തിൽ കർഷകൻ്റെ ശവപ്പറമ്പായി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ കർഷകർ വയനാട്ടിൽ നിന്നും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ കരുതാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിൽ ഈ ഒരു ടൂറിസത്തിൻ്റെ വളർച്ച സാർ സൂചിപ്പിച്ചതുപോലെ ഹോം സ്റ്റേ ആയും അതുപോലെ റിസോർട്ടുകളായും വഴിമാറിയിരിക്കുന്നു. എങ്ങനെയാണ് സാറ് ആ ഒരു സംഭവത്തെ കൂടി വിലയിരുത്തുന്നത്? അതിനുള്ള ഒരു വലിയ പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കാലാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ വയനാട്ടിലേക്ക് വരുന്നത്. ഈ തണുപ്പ് കണ്ടിട്ടാണ്, ഈ കാട് കണ്ടിട്ടാണ്, മറ്റെവിടെയും ഇല്ലാത്ത ഈ വശ്യമായ പ്രകൃതി കണ്ടിട്ടാണ്
ഇവരൊക്കെ താമസിക്കാൻ വരുന്നത്. അപ്പോൾ ആ റിസോർട്ടുകളും ആ ഹോം സ്റ്റേകളും ഇത് നശിക്കുന്നതോടുകൂടി ഇല്ലാതാവും. എത്ര കാലമാണ് ഇവിടെ ടൂറിസം ഈടോടെ നിൽക്കുക എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷങ്ങളുടെ കഥകൾ ക്രമാനുഗതമായി നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ടൂറിസ്റ്റ് സാധ്യതകൾ വയനാട്ടിൽ ഇല്ലാതായിത്തീരും. അത്രത്തോളം ഇതിലേക്ക് പോകും ഈ കാലാവസ്ഥയിലുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം സാർ, ഈ ഒരു വയനാടിൻ്റെ മഴയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നൂലായി പെയ്തിറങ്ങുന്ന ഒരു മഴയായി. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റമല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? അതെ അതെ, ഒരു നല്ലത് മാത്രമല്ല ഇത്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഇടവത്തിൽ മഴ തുടങ്ങിയാൽ പിന്നെ അവസാനം വൃശ്ചികം വരെ വയനാട്ടിൽ മഴയാണ്. ഇടവിടാത്ത മഴ, അതിശക്തമായിട്ടുള്ള തണുപ്പ്, ഇതൊക്കെയാണ് വയനാടിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു യൂറോപ്യൻ അന്തരീക്ഷമാണ്. ഇപ്പോൾ സിംലയിലൊക്കെ പോകുന്ന പോലെയാണ്. സിംല തലസ്ഥാനമായിട്ടിരുന്നല്ലോ ബ്രിട്ടീഷുകാർ. അതുപോലെ ബ്രിട്ടീഷ് പിന്നെ നമുക്ക് അതുകൊണ്ടാണ് ഈ ആളുകൾ വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രാതിനിധ്യം ഇപ്പോഴും ഉണ്ടല്ലോ നാട്ടിലെ പോലെ. ഇത് ആസ്വദിക്കാനാണ് ഇവിടെയുള്ള സിംലയിലേക്കാണ് ആളുകൾ വരുന്നത്. ആ സിംല എത്ര കാലം നിൽക്കും? അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്നുള്ളത്. തീർച്ചയായും ഈ വയനാട്ടിലെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോന്തലയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അതുപോലെ തന്നെ ഈ വയനാട്ടിലെ ഈ വന്യമൃഗശല്യം സാർക്കറിയാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അത്രയേറെ വന്യമൃഗശല്യം. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 3 പേരെ വന്യമൃഗങ്ങൾ, 2 കാട്ടാന, ഒരു കടുവ, സ്വന്തം പറമ്പിൽ വെച്ചാണ് കടുവ പിടിച്ച് ഭക്ഷിക്കുന്നത്. കാട്ടാന സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി സുഹൃത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തുന്നൊരു അത്രത്തോളം ഭയാനകരമായൊരു അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വന്യമൃഗശല്യം അതിരൂക്ഷമാകാനുള്ളൊരു കാരണം സാറ് കൃത്യമായി വയനാടിൻ്റെ കാര്യങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഓർമ്മക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വന്യമൃഗശല്യം അതിരൂക്ഷമാകാൻ സാറുടെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ കാഴ്ചപ്പാടിൽ വനം പരിരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ്. വനമാണ് അവരുടെ വീട്. ആ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം, പിന്നെ തേക്ക്, യൂക്കാലിപ്സ് ഇപ്പോൾ വീണ്ടും വെച്ച് പിടിപ്പിക്കാൻ വെച്ച് പിടിപ്പിച്ചാൽ അത് കാടാകും. നോക്കൂ, നിങ്ങൾ കാട്ടിൽ മുഴുവൻ ഈ ആനയ്ക്കും ഒക്കെ ഈ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, പഴങ്ങൾ, കദളിപ്പഴമൊക്കെ ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ട് ഈ ടൂറിസക്കാർക്ക് അവിടെ മുഴുവൻ സസ്യങ്ങൾ പിടിപ്പിച്ചുകൂടാ? അവിടെ ഇഷ്ടംപോലെ ജലസംഭരണികൾ ഉണ്ടാക്കിക്കൂടാ? അവിടെ നിറയെ ജലസംഭരണികൾ ഉണ്ടാകുക. അവർക്ക് ഹൃദ്യമായിട്ടുള്ള, നിങ്ങൾക്ക് പറ്റുന്ന പശ്ചാത്തലമല്ലേ നിങ്ങളുടേത്. അതുപോലെ ഈ ആനയ്ക്കും കടുവയ്ക്കും കരടിക്കും ആവശ്യമായിട്ടുള്ള സാഹചര്യം കാട്ടിൽ ഒരുക്കിയാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടൂ. അത് ചെയ്യാൻ സാധിക്കും. ഇത്രയും പ്രദേശത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് അറ്റ് ഹോം ഫീൽ ചെയ്യുന്ന ഒരു കാട് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ അവർ ഇറങ്ങില്ല എന്നാണ് എൻ്റെ സങ്കല്പം. ഇപ്പം കാട് ജീവിക്കാൻ യോഗ്യമല്ലാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത്. ഈ ഒരു ദീർഘവീക്ഷണമില്ലാത്ത പല പദ്ധതികളുമല്ല ഇതിന് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സെന്ന പോലെയുള്ള അധിനിവേശ സസ്യങ്ങൾ, മഞ്ഞക്കൊന്ന, അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളല്ലേ ഇതിലൊരു വിലങ്ങുതടിയാവുന്നത്? അത്തരത്തിലൊരു മാറ്റമല്ലേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാവുന്നത്? അതെ, അങ്ങനെ ഭാവനാപൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അവരുടെ ഹോമാണ് ഈ കാട് എന്ന് മനസ്സിലാക്കി അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവർക്ക് പരിരക്ഷ നൽകുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല എന്നതാണ് കാര്യം. പിന്നെ ഈ തേക്കും യൂക്കാലിപ്റ്റസും ഈ മഞ്ഞക്കൊന്നയും ഒക്കെ ഉണ്ടാക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം അവർക്ക് ജീവിക്കാൻ പറ്റാത്തതായി തീർന്നിരിക്കുന്നു. വെള്ളവുമില്ല, നിറയെ ജലസംഭരണികളൊക്കെ ഉണ്ടാക്കുന്നതിന് എന്താ പ്രശ്നം? എത്ര ഫണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്? കൃത്യമായ സ്ഥലങ്ങളുണ്ട്, ഒരു വിഷയവുമില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാടിനെ കാടായും നാടിനെ നാടായും വേർതിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയല്ലേ സാർ? അവസാനമായി ഈ പ്രണയത്തെക്കുറിച്ച് കൃത്യമായി സാറ് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്രണയത്തെക്കുറിച്ചൊരു 2 വാക്ക്. ഒരാൾ
ആണാകട്ടെ പെണ്ണാകട്ടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുക പ്രണയിയാൽ ആണ്. അവൻ്റെ സ്വത്വം, സവിശേഷതകൾ, പെരുമാറ്റങ്ങൾ സർവവും ആസ്വദനീയമായി തീരുന്നത് ഒരാൾക്ക് മാത്രമാണ്. അപ്പോൾ ആസ്വദനീയമായിട്ട് നമ്മുടെ സ്വത്വം മാറുന്നു ഒരാളുടെ മുമ്പിൽ എന്ന ഒരു സ്വാതന്ത്ര്യമാണ് വാസ്തവത്തിൽ പ്രണയം നമുക്ക് തരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അമേരിക്കയിലൊക്കെ ആൺസുഹൃത്തുക്കൾ കല്യാണം കഴിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സൗഹൃദം നിലനിൽക്കുന്ന ഏക ബന്ധം വാസ്തവത്തിൽ പ്രണയമാണ്. ആ സൗഹൃദമാണ് പ്രണയത്തിൻ്റെ വലിപ്പം. എന്താണ് ആറ്റൂർ രവിവർമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ട് പിരിഞ്ഞതിൻ വേദന. അങ്ങനെ ഒരാളുടെ അഭാവം നമ്മളിൽ സങ്കടം ഉണ്ടാക്കുന്നു, നമ്മുടെ അഭാവം മറ്റൊരാളിൽ സങ്കടം ഉണ്ടാക്കുന്നു. ഈ അവസ്ഥ പോലെ നമ്മളെ ഭൂമിയിൽ അനിവാര്യനാക്കുന്ന മറ്റൊരു സന്ദർഭമില്ല. അതാണ് പ്രണയ സന്ദർഭം. ഓക്കെ സാർ, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സാർ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ വയനാടിൻ്റെ അവസ്ഥ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വളരെയധികം നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.